Hello guys, welcome back to Eduboard. Once again it's me, Salsadin. Okay, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുബോർഡിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് വേറെ ഒരു കാര്യത്തിനല്ല, ഒരു കാര്യം അറിയിക്കാനാണ്. നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടുവന്ന ആൾക്കാരായിരിക്കും എങ്കിൽ +1 ഓണപ്പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. എന്നാൽ കേട്ടോ, നിങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടായിരിക്കും. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചോ ഇല്ലെന്ന് ടീച്ചേഴ്സ് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറയുന്ന ഓണപ്പരീക്ഷയിലൂടെ. ഇതിനോടകം നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നും കിട്ടാത്തവരുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഒരേ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എജുബോർഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ കിട്ടാൻ പോവുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കോളൂ. നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം, ഈ ഓണപ്പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. നമുക്ക് പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലേ. ഏതാണ് ചാപ്റ്റർ? കളക്ഷൻ ഓഫ് ഡാറ്റ ആണല്ലേ. ഏതാണ് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്റർ ഏതാണ്? കളക്ഷൻ ഓഫ് ഡാറ്റയെ കളക്ട് ചെയ്യുന്ന അഥവാ ദത്തങ്ങളുടെ ശേഖരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ട് ചോദിക്കാവുന്ന എന്നാൽ ഒരുപാട് പേര് തെറ്റിക്കുന്ന ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അതിനാദ്യം പ്രൈമറി ഡാറ്റ എന്താണെന്ന് അറിയേണ്ടത് അല്ലേ. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പ്രാഥമിക ദത്തങ്ങൾ എന്നാണ് പറയുക. ഈ ദത്തങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം വിവരങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് ശേഖരിച്ച വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ, ഇപ്പോൾ ഒരു ക്രൈം നടക്കുമ്പോഴത്തേക്കും ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് നേരെ അവിടെ അന്വേഷിച്ചു നോക്കും, എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിക്കൂലേ. അതിനെന്താ പറയുക? FIR തയ്യാറാക്കി എന്ന് പറയാം. എന്താ FIR എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ പ്രഥമ അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രഥമമായിട്ട് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അഥവാ FIR തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, നമ്മൾ ആ വിവരത്തെക്കുറിച്ച് നേരിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളുടെ പഠന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. അല്ലെങ്കിൽ പോട്ടെ, സ്കൂളുകളിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കായിക വിദ്യാഭ്യാസമാണോ അതോ ഈ പറഞ്ഞ സാധാരണ വിദ്യാഭ്യാസമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ സ്പോർട്സിന് താല്പര്യപ്പെടുന്നുണ്ടാവും, ആർട്സിന് താല്പര്യപ്പെടുന്നതാവും. അപ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഏതാണ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ എന്താണ് കുട്ടികളുമായിട്ട് സംസാരിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ നിങ്ങൾ കുട്ടികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അതാണ് പ്രൈമറി ഡാറ്റ. അങ്ങനെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ. ഇത് ഞാനും ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ ആർട്സ് ആണോ സ്പോർട്സ് ആണോ ചോദിച്ചാൽ നിങ്ങളോട് സംസാരിക്കാം അല്ലേ. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇൻ്റർവ്യൂ ആണെന്ന് പറയാം, അഭിമുഖം എന്ന് പറയല്ലേ. ചാനലുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സാധനം തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഷോർട്സുകളിലും റീൽസിലൊക്കെ കാണാറില്ലേ. ചേട്ടന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ വരാണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അഭിപ്രായങ്ങളാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പല റിപ്ലൈ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ച കാര്യം. എന്താണ് ഇത് നമ്മൾ പറയാം? ഇൻ്റർവ്യൂ എന്നാണ് പറയാം. ഓക്കെ, ഇൻ്റർവ്യൂ എന്നാണ് പറയാറല്ലേ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പ്രത്യേകത ഉണ്ട്, പരസ്പരം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതും ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൻ്റെ പേരാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഒന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അങ്ങനെ ഓരോരോ മെത്തേഡുകളുടെ നോക്കുള്ളൂ. ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞു, ഒരു വ്യക്തിയിൽ നിന്നും നേരിട്ട് നമ്മൾ വ്യക്തിയുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാനാണ്, ഓക്കെ, ഇത് ഞാനാണ്, ഇത് നിങ്ങളാണെന്നും വിചാരിക്കുക. ഓക്കെ, നിങ്ങളാണെന്ന് വിചാരിക്കുക. എനിക്ക് നിങ്ങളെ നേരിട്ട് പരിചയമൊന്നുമില്ല. അതുമാത്രമല്ല എൻ്റെ ഒരു ടൈപ്പ് സ്വഭാവം നിങ്ങളുടെ ഒരു ടൈപ്പ് സ്വഭാവം ഒരിക്കലും ചേർന്ന് പോകാത്ത വിധമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക വേണം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആകെ ഒരേ ഒരു സോഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്ന വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടോ കണക്ട് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ടീച്ചേഴ്സ്, ഓക്കെ, ഇത് നിങ്ങളുടെ ടീച്ചേഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ടീച്ചേഴ്സിനെ കണക്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് എനിക്ക് വേണ്ട വിവരങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ അത് അന്വേഷിക്കുന്നു. നിങ്ങൾ തിരിച്ച് വിവരങ്ങൾ കൊടുക്കുന്നു. ടീച്ചർ അതനുസരിച്ച് എനിക്കും വിവരങ്ങൾ നൽകുന്നു അല്ലേ. അതായത് എനിക്ക് വിവരങ്ങൾ നൽകേണ്ട ശരിക്കും നിങ്ങളാണ്, പക്ഷെ നിങ്ങളെ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരാളുടെ സഹായം തേടുന്നു. അങ്ങനെ ചെയ്യുന്ന പരിപാടിക്കാണ് എന്താ പറയുക? ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അഥവാ പരോക്ഷമായ വാക്കാലുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അതാണ് സംഗതി. ഇനി മൂന്നാമത്തത് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, അഥവാ നേരിട്ടുള്ള നിരീക്ഷണം. എന്താ നേരിട്ടുള്ള നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വരച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, 2 കഴിഞ്ഞല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നമുക്ക് പറഞ്ഞതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഏതാ പറഞ്ഞത്? യെസ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഓക്കെ, ഞാൻ എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വന്നു. അതായത് ഞാൻ പഠിക്കാൻ വന്നത് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ പെരുമാറ്റം ക്ലാസ്സിൽ എങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനാണ് പഠിക്കാൻ വന്നത്. ഇതെന്താണ് നിങ്ങളുടെ ക്ലാസ് റൂമാണെന്ന് വിചാരിക്കാം. അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് റൂമാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ അതെന്താണ് +1 ഒന്നുകിൽ എന്താവാം കൊമേഴ്സ് ക്ലാസ് റൂം ആവാം, അല്ലെങ്കിൽ എന്താവാം +1 ഹ്യൂമാനിറ്റീസ് ക്ലാസ് റൂം ആവാം. ഏതായാലും നിങ്ങളവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് വിചാരിക്കാം. നിങ്ങൾ പ്രതികരിക്കുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ജസ്റ്റ് ഞാൻ വന്നിട്ട് നേരിട്ട് നിങ്ങളെ ക്ലാസ് റൂമിൽ ഇങ്ങനെ പുറത്ത് നോക്കി നിന്നിട്ട് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പുറത്ത് നോക്കി നിന്നിട്ട് ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നതാവാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചതാവാം, അല്ലെങ്കിൽ എന്താവാം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ വന്നിരുന്നതാവാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. ഇനി 4ാമത്തെ മെത്തേഡാണ് ടെലഫോൺ ഇൻ്റർവ്യൂ. ഓക്കെ, ടെലഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളൊരു ഫോണിലൂടെ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ എനിക്കിത് വിവരങ്ങൾ ശേഖരിക്കണം എന്ന് ഉറപ്പായിട്ടും വേണം. എനിക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടണം. എന്തിനെക്കുറിച്ച് കിട്ടണ്ടേ, നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ വേണ്ടല്ല, നിങ്ങളുടെ കയ്യിൽ നിന്നാണ് എനിക്ക് വിവരങ്ങൾ വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളുടെ ഫോൺ നമ്പർ എടുക്കുന്നു. ഹലോ സുമേഷാണോ സംസാരിക്കുന്നത്? അതെ സുമേഷാണോ സംസാരിക്കുന്നത്? ഓക്കെ, എൻ്റെ പേര് സൽസബിൻ എന്നാണ്. ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, മോനെ നീ പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്കണോമിക്സ് സബ്ജക്റ്റ് എങ്ങനെയുണ്ട്? ഓ സാറേ ഒന്നും പറയണ്ട, ഭയങ്കര ടഫാണ്. സാറാണോ ചോദിച്ചാൽ ഞാൻ സാറ് തന്നെയാണ്. ഓക്കെ, പിന്നെ നിനക്ക് പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്, സ്റ്റാറ്റ് ആണോ ഇന്ത്യൻ എക്കോണമി? അപ്പോൾ നിങ്ങളിങ്ങനെ പറയാനല്ലേ, എന്താ സംഭവിക്കുന്നത്, ഞാൻ ഫോൺ വഴിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഒരു ഫോണിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അതാണ് ടെലഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെന്താ ഇവിടെ ചെയ്യുന്നത്, സിമ്പിളാണ് കാര്യങ്ങൾ. ഒന്ന്, ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള കോൺടാക്ട് എങ്ങനെ നടക്കുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള കോൺടാക്ട് ഒരു മൊബൈൽ ഫോൺ വഴിയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മൊബൈൽ ഫോണാണ് നമ്മളെ പരസ്പരം കണക്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത് പറഞ്ഞത്, ഇത് നിങ്ങളും ഇത് ഞാനുമാണെങ്കിൽ അതാണ് ടെലഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അല്ലേ. ചിത്രങ്ങൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, ചിത്രങ്ങൾ വരച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണ്. എന്താ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, പക്ഷെ നിങ്ങളെ എനിക്ക് നേരിട്ട് കാണാനുള്ള സാധ്യതയല്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ, നിങ്ങൾ വിദ്യാഭ്യാസം നേടുന്നത് അമേരിക്കയിലാണെന്ന് വിചാരിക്കുക, ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നിങ്ങളും ഇവിടെ നിൽക്കുന്നത് ഞാനുമാണെന്ന് വിചാരിക്കുക. എനിക്ക് അമേരിക്കയിൽ വന്നിട്ട് നിങ്ങളോട് വിവരങ്ങൾ ചോദിക്കാനുള്ള സാമ്പത്തികവും അതിനുള്ള ശേഷിയും ഒന്നും എനിക്കില്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പക്ഷേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടാനുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ. ഒന്ന്, എനിക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമെയിലായിട്ട് അയച്ചു തരുന്നു. നിങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സുമേഷ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട രമേശ്, പ്രിയപ്പെട്ട സതി, പ്രിയപ്പെട്ട ശ്യാമ, പ്രിയപ്പെട്ട എന്താ പറയുക ഫാത്തിമ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാം കേട്ടോ. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ അതിനൊന്ന് ടിക്ക് ചെയ്ത് തരാം കേട്ടോ. എനിക്ക് ആൻസർ എന്നിട്ട് ഇതുപോലെ മെയിൽ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു തരാണ്. അതെന്താ ചെയ്തേ, ഇമെയിൽ വഴി ഓൺലൈനായിട്ട് ഞാൻ അയക്കുകയാണ് ചെയ്തല്ലേ. ഇനി അതല്ല, എനിക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ പോസ്റ്റലായിട്ട് അയക്കാം. ഈ പറഞ്ഞ അമേരിക്കയിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, കൊറിയറായിട്ട് വേണമെങ്കിൽ ഇത് അയക്കാം, പരസ്പരം കൊറിയറായിട്ട് വേണമെങ്കിലും എനിക്കിത് അയക്കാം. ഇങ്ങനെ മെയിൽ അയച്ചു കൊടുക്കല്ലേ. എന്താ ചെയ്യുന്നത്, ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ അത്ര ദൂരം ഒന്നുമല്ല, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇത് ഞാനാണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നു, നോർമലി നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നു, നേരിട്ട് വരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, പക്ഷേ പൂരിപ്പിക്കുന്ന ആരാണ്, നിങ്ങളല്ല. പൂരിപ്പിക്കുന്ന ആരാണ്, ഞാൻ തന്നെയാണ് അല്ലേ. ഞാൻ തന്നെയാണ് അത് കംപ്ലീറ്റ് പൂരിപ്പിക്കുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കും, ഓക്കെ പേരെന്താണ്, ഓക്കെ പേര് പറയുന്നു, വയസ്സെത്രയാണ്, ഓക്കെ പഠിക്കുന്ന സ്കൂൾ ഏതാണ്, ഓക്കെ നിങ്ങളെ സബ്ജക്റ്റ് ഫേവറേറ്റ് ഏതാണ്, ഇത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ബുദ്ധിമുട്ട് ഏതാണ്, ഇത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടാകുന്നത്, ഇന്ന കാരണം കൊണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഏതാണ്, ഇത് ഏറ്റവും മികച്ച അധ്യാപകനാരാണ്, ഇന്ന സാർ. ഓക്കെ, ഏറ്റവും മികച്ചതല്ലാതെ തോന്നിയ അധ്യാപകൻ എന്താണ്, സ്കൂൾ ഇഷ്ടമാണ്, സ്കൂൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, സ്കൂളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളൊന്നും എഴുതുന്നില്ല, നിങ്ങൾ പറയുന്നു, ഞാനത് ഇങ്ങനെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ ഉത്തരങ്ങളും എഴുതി വെക്കുകയാണെങ്കിൽ അതാണ് എന്ത് ഈ പറഞ്ഞിരുന്ന ഷെഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി അവസാനമായിട്ട് വരുന്നത് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓക്കെ, നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നൊരു സംസ്കാരമാണിത് ഈ പറഞ്ഞിരുന്ന ഫുട്ബോൾ സംസ്കാരം അല്ലേ. പോട്ടെ, ഈ പറഞ്ഞ ട്രെൻഡ്, പുതിയൊരു ട്രെൻഡാണല്ലോ ബാഗി പാൻറ്റുകൾ അല്ലേ. ഓക്കെ, ബാഗി പാൻറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾ
നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഇത് വിചാരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിൽക്കുന്നത്. കാല് കുറച്ച് കട്ടി കൂട്ടിയത് നമ്മൾ ബാഗി പാൻ്റാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ 5 ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾ 5 ഫ്രണ്ട്സ് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഫാഷനെ കുറിച്ച് സംസാരിക്കണം, ബാഗി പാൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങൾ പറയാം, എടാ പുതിയ ട്രെൻഡ് ബാഗി ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ജീന് മാത്രമല്ല വിൻറ്റേജ് ലുക്കിലാണ്, അതിൻ്റെ പോക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും, ആ പാൻറ്റ് 4 ആൾക്കാർക്ക് കാലിടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണല്ലേ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സംസാരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു ഫോക്കസ്ഡ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വിവരങ്ങൾ ശേഖരിക്കുന്നു. അത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ച് വിവരം ശേഖരണം നടത്തുകയാണെങ്കിൽ അതാണ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വരച്ചുകൊണ്ട് നമ്മൾ എന്ത് പഠിച്ചു, വരച്ച് പഠിക്കുക എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ വരച്ച് പഠിക്കുക എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള എല്ലാ സോഴ്സുകളും നമ്മളിപ്പോൾ വരച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യം വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ പഠിക്കേണ്ട. എജുബോർഡിൻ്റെ +1 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് കിട്ടും. എക്കണോമിക്സിന് എസ്പെഷ്യലി ഞാൻ തന്നെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, നമ്മുടെ വീഡിയോസ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.